PCOD ഒരു 30% ആളുകൾക്ക് കൃത്യമായിട്ട് പീരീഡ്സ് വരുന്നുണ്ടാവും. പക്ഷെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കണം എന്നില്ല. അത് നമ്മൾ എങ്ങനെ ഇപ്പൊ തിരിച്ചറിയുന്നത്? അപ്പൊ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഫോളിക്കുലർ സ്റ്റഡിയോ മറ്റോ വെച്ചിട്ട് ട്രാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് PCO എന്ന് പറയുന്നതിന്റെ ഒരു ഫീച്ചർ മാത്രമാണ് പീരീഡ്സ് ഇറഗുലർ ആകുന്നത്. അപ്പൊ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ അല്ലെങ്കിൽ മെയിൽ ഹോർമോണിന്റെ അളവ് കൂടുതൽ എയ്തർ ലാബ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ സയൻസ് നമുക്ക് ക്ലിനിക്കലി ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്കാനിന് പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെങ്കിലോ ഒക്കെ PCO തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഡെഫിനറ്റ്ലി ഒരു ഫോളിക്കുലർ സ്റ്റഡി ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് നമ്മൾ ഫോളിക്കുലർ ഒരു ട്രാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഒരു സെക്കൻഡ് ഡേ ഓഫ് ദ സൈക്കിളിൽ സ്കാൻ ചെയ്ത് നോക്കും. ദെൻ യൂഷ്വലി ഒരു 10th അല്ലെങ്കിൽ 11th ഡേ ഓഫ് പീരീഡ്സിൽ മെൻസ്ട്രൽ സൈക്കിളിൽ സ്കാൻ ചെയ്യും. ദെൻ ഒരു 14 to 16 ഡേ. സോ നമുക്ക് അറിയാൻ പറ്റും ഫോളിക്കിൾ വളർന്ന് ഓവുലേഷൻ നടക്കുന്നത്. അപ്പൊ അങ്ങനെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ട്രൈ ചെയ്യുന്നതിലും നല്ലത് പല രീതിയിലുള്ള മെത്തേഡ്സ് അവലംബിച്ച് ഈ ഹോർമോണൽ ഇംബാലൻസ് PCOയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ സക്സസ്ഫുൾ ആകുന്നില്ലെങ്കിൽ ഓവുലേഷനുള്ള മെഡിസിൻ കഴിക്കുക എന്നുള്ളതാണ്.